ഇന്നൊരു കരിനെല്ലിക്ക അച്ചാറാണ് ഇന്നത്തെ റെസിപ്പി. അതിന് വേണ്ടിയിട്ട് വേണ്ട നെല്ലിക്കയാണ്. നാടൻ നെല്ലിക്കയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഈ അച്ചാർ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മൺകലം വേണം. വൃത്തിയാക്കിയ നെല്ലിക്ക ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കാന്താരി ആഡ് ചെയ്യുക. കാന്താരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ആവശ്യത്തിന് ചേർക്കുക. ഇഞ്ചി ചേർക്കുക, വെളുത്തുള്ളി ചേർക്കുക, പച്ച കുരുമുളക് ചേർക്കണം, കറിവേപ്പില, ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കേണ്ടതാണ്. വെള്ളം നേരത്തെ വേണം ഒഴിക്കാനായിട്ട്. കല്ലുപ്പും ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. വാഴയില ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടിക്കെട്ടേണ്ടതാണ്. അതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. ഇതേ രീതിയിലൊരു 15 ദിവസമെങ്കിലും തിളപ്പിക്കേണ്ടതാണ്. ചെറിയ തീയിൽ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അതിന് വെള്ളം മൊത്തമായിട്ട് പറ്റിപ്പോകാൻ പാടില്ല. ഇടയ്ക്കൊന്ന് കറക്കി കൊടുക്കുകയും കൂടി ചെയ്യണം. ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും ഒന്ന് തുറന്ന് നോക്കണം വെള്ളം പറ്റിയിട്ടുണ്ടോ എന്ന്. ഈ രീതിയിലാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇതേ രീതിയിൽ വേണമെങ്കിൽ തന്നെ നമ്മൾക്ക് അച്ചാറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക. ഫ്ലെയിം ഓഫ് ആക്കുക. ഇതിലേക്ക് നെല്ലിക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ അതേ രീതിയിൽ അങ്ങ് കഴിക്കാവുന്നതാണ്. പക്ഷെ ഇതാകുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ്. മുളക് പൊടി കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തത്. കുറച്ച് ഓയിലൂടെ വരുമ്പോഴാണ് ഒന്നുകൂടെ ഒരു ടേസ്റ്റ് തോന്നുന്നത്. ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഓക്കേ. The wind hums soft.